അബോർഷനൊക്കെ ഒരു സ്വയം ഒരു എൻ്റെ ഒരു ഇതല്ലേ. ഇപ്പോൾ എനിക്ക് അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇതാണ്. അതിൽ പക്ഷേ മറ്റൊരാൾക്കാരും ഇടപെടാൻ ഒരു റൈറ്റും ഇല്ല എന്നാണ് ഞാൻ പറയണത്. അബോർഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആ ഇതിലോട്ട് പോവരുത്, എത്താതിരിക്കാനുള്ളത് അവർ ചെയ്യുക. ഓരോരുത്തർ പീഡിപ്പിച്ചത് കഴിഞ്ഞ് അങ്ങനെയൊക്കെ സിറ്റുവേഷനിലായി വരുന്ന ആ മാനസികാവസ്ഥയും കൊണ്ട് ചിലപ്പോൾ ചെയ്യേണ്ടി വരുമായിരിക്കാം. ഞാൻ പ്രഗ്നൻ്റായി എനിക്ക് അബോർട്ട് ചെയ്യണമെന്നാണെങ്കിൽ ഓക്കെ, ഞാൻ ആ കൊച്ചിനെ ലോകത്തോട്ട് കൊണ്ടുവന്നു, എനിക്ക് നോക്കാൻ മര്യാദക്ക് പറ്റുന്നില്ലാതെ ഞാൻ നോക്കുവാണ്. ആ കൊച്ചിനുണ്ടാകുന്ന മെൻ്റൽ ട്രോമാസ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെയുള്ള കൊച്ചുങ്ങളല്ലേ നാട്ടിൽ കുറേ കൂടി ക്രൈംസ് എൻഗേജ്ഡ് ആകുന്നത്. അത് ആ കൊച്ചിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയല്ല. അപ്പോൾ റൈറ്റ് ടു അബോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റെസ്ട്രിക്ഷൻ വരേണ്ട ആവശ്യമില്ലല്ലോ. എത്രയൊക്കെ പറഞ്ഞാലും ഒരു അബോർഷനിലൂടെ ഇല്ലാതാകുന്നത് ഒരു ജീവൻ തന്നെയല്ലേ, അത് വിവാഹത്തിന് മുമ്പാണെങ്കിലും ശേഷമാണെങ്കിലും. കാര്യം ഇന്ത്യയിൽ ലീഗൽ റൈറ്റ് ഒക്കെ ഉണ്ടെങ്കിലും ആളുകളുടെ മോറൽ വാല്യൂ അനുസരിച്ച് അത് തെറ്റാണോ ശരിയാണോ എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് ചോദിച്ചാലോ. ഒരുപാട് അബോർഷൻസ് കൂടി വരുന്ന ഒരു കാലമാണ്. നമ്മുടെ ഇന്ത്യയിൽ ലീഗലായിട്ടുള്ളൊരു കാര്യമാണ് അബോർഷൻ ചെയ്യാന്നുള്ളത്, ലീഗലായിട്ടുള്ളൊരു കാര്യമാണ്. എങ്കിൽ കൂടിയും അതിനൊരു മോറൽ സൈഡില്ല. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അബോർഷനൊക്കെ ഒരു സ്വയം ഒരു ഒപ്പീനിയൻ, എൻ്റെ ഒരു ഇതല്ലേ. ഇപ്പോൾ എനിക്ക് അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇതാണ്. അതിൽ പക്ഷേ മറ്റൊരാൾക്കാരും ഇടപെടാൻ ഒരു റൈറ്റും ഇല്ല എന്നാണ് ഞാൻ പറയണത്. ബട്ട് അത് അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത്. അത് ഓരോ ആൾക്കാരുടെ ഇൻഡിവിജ്വൽ ഒപ്പീനിയനാണ്. അത് തീർത്തും അവരുടെ പേഴ്സണൽ ചോയ്സ് ആയിരിക്കും. അത് അവർക്കൊരു കുഞ്ഞിനെ ശരിക്കും അങ്ങനെ അബോർഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആ ഇതിലോട്ട് പോവരുത്. പിന്നെ എത്താതിരിക്കാനുള്ളത് അവർ ചെയ്യുക. പിന്നെ തീർത്തും അവർക്ക് രണ്ട് വ്യക്തികളിലുള്ള കാര്യം, അവർക്ക് അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ നിർബന്ധിച്ച് അതങ്ങനെ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെയും കൂടെ നശിപ്പിക്കുന്ന ഒരു ഘട്ടമായിരിക്കും. അത് അവരവരുടെ അതിലേക്ക് എത്താതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അബോർഷൻ ചെയ്യുന്ന പറഞ്ഞാൽ ഭയങ്കര, കാരണം കുഞ്ഞുങ്ങളൊക്കെ ഇല്ലാത്ത ഒത്തിരി പേര് വിഷമിക്കുന്നേയും ഇപ്പോൾ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലും കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കണ്ടത്, അതായത് ഒരു പട്ടിക്കുഞ്ഞ് മരിച്ചിട്ട് അതിൻ്റെ അതിൻ്റെ ഒരു വിഷമം കാര്യങ്ങൾ, ഇപ്പം കുഞ്ഞുങ്ങളെ മുട്ടിലടിച്ച് കൊല്ലുന്നവരെ മീൻസ്. അപ്പോൾ അതിൽ പറയാനുള്ള എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അബോർഷൻ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പം ഇപ്പം എന്താ പറയുക, നമ്മൾ ഓരോരുത്തർ പീഡിപ്പിച്ചത് കഴിഞ്ഞ് മീൻസ് അങ്ങനെയൊക്കെ സിറ്റുവേഷനിലായി വരുന്ന ആ മാനസികാവസ്ഥയും കൊണ്ട് ചിലപ്പം ചെയ്യേണ്ടി വരുമായിരിക്കാം. പിന്നെ ആ ഒരു പെൺകുട്ടിയുടെ ജീവിതം അങ്ങനെ എന്താ പറയുക, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ട് സ്പോയിൽ ആവരുതെന്ന് വിചാരിച്ച് ചെയ്യുന്നവരുണ്ടാകാം. ഇപ്പോൾ അബോർഷൻ നടക്കാറുണ്ട്. അതായത് ഇപ്പം പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണേലും ഇങ്ങനെ വൈകല്യം ഉണ്ടാകുന്ന കേസിലൊക്കെ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു, കാരണം അങ്ങനെ ഒരു കൊച്ച് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ എങ്ങനെയാലും അബോർഷൻ നടക്കാറുണ്ട്. അതായത് 1-2-3 മന്തിലൊക്കെ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞ് അബോർഷൻ നടക്കാറുണ്ട്. റിലേഷൻഷിപ്പിലിരിക്കുമ്പോൾ പറ്റുന്ന സമയത്താണെങ്കിൽ ആളുകൾ പറയാറുണ്ട് അത് ജസ്റ്റ് ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. ബട്ട് ഇതൊക്കെ ഒരു ആക്സിഡൻ്റ് ആയിട്ട് നടക്കുന്ന കാര്യമാണ്. കാരണം ഉള്ളിലുള്ളതൊരു ജീവൻ തന്നെയല്ലേ. അത് എന്താണെന്നറിയാമോ, ഞാൻ ഇതിനെ ഇങ്ങനെ കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പ്രഗ്നൻ്റായി എനിക്ക് അബോർട്ട് ചെയ്യണമെന്നാണെങ്കിൽ ഓക്കെ, അബോർട്ട് ആവാം. ബട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ കൊച്ചിനെ ലോകത്തോട്ട് കൊണ്ടുവന്നു, എനിക്ക് നോക്കാൻ മര്യാദക്ക് പറ്റുന്നില്ലാതെ ഞാൻ നോക്കുവാണ്. ആ കൊച്ചിനുണ്ടാകുന്ന മെൻ്റൽ ട്രോമാസ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെയുള്ള കൊച്ചുങ്ങളല്ലേ നാട്ടിൽ കുറേ കൂടി ക്രൈംസ് എൻഗേജ്ഡ് ആകുന്നത്. ലൈക്ക് നെഗ്ലക്റ്റഡ് ഒരു പാരൻസ് ആണ് ഉണ്ടെങ്കിൽ അത് ആ കൊച്ചിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയല്ല. അപ്പോൾ റൈറ്റ് ടു അബോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ റെസ്ട്രിക്ഷൻ വരേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു സൈഡ് നോക്കണ്ടേ. അത് ഓക്കെ ആയിട്ടുള്ളൊരു കാര്യമാണ് സൊസൈറ്റിയിൽ. എനിക്ക് പ്രശ്നം തോന്നിയിട്ടില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യേണ്ട കാര്യമാണല്ലോ, നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് പാരൻസിൻ്റെ, മെയിൻലി പാരൻസ്. ഇപ്പോൾ ഈ വിവാഹശേഷമാണെങ്കിൽ കപ്പിൾസ് പറയാറുണ്ട് ഞങ്ങൾ പാരൻറ്റിങ്ങിന് റെഡി ആയിട്ടുള്ള, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ വേണ്ടെന്ന് സപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം നമ്മൾ പാരൻറ്റിങ് ഇത് ആയിക്കഴിഞ്ഞിട്ട് പിന്നെ അത് പറ്റിപ്പോയി എന്ന് ചിന്തിക്കുന്നത് അത് ശരിയാണെന്ന് തോന്നുന്നില്ല. ഒരു രണ്ട് പേര് വിവാഹം കഴിഞ്ഞ് ജീവിക്കാനുള്ള തയ്യാറെടുപ്പിലാണല്ലോ വിവാഹം കഴിയുന്നത്. അപ്പോൾ പിന്നെ അത് ശരിയല്ലെങ്കിൽ അത് വേണ്ടാന്നുള്ളത് ആദ്യമേ അവർ തീരുമാനിക്കും. പിന്നെ ഒരു കുഞ്ഞാണല്ലോ എന്തായാലും, പിന്നെ ജീവനാണ്, അതിനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കുഞ്ഞുങ്ങളില്ലാത്തവരുടെ വിഷമം അത് മീൻസ് കുഞ്ഞുങ്ങളില്ലാത്ത ഒത്തിരി പേര് അവരെക്കുറിച്ച് അതൊന്നും ചിന്തിക്കാത്തതായിരിക്കാം. ചിലപ്പം എന്താ പറയുക, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള മടി കൊണ്ടോ ഇതും കൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങനെയുള്ളൊരു. അപ്പോൾ എനിക്ക് തന്നെ അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളത് മീൻസ് ഒരു ജീവനാണ് നഷ്ടപ്പെടുത്തി കളയും അങ്ങനെ പറയണം. ഈ നമ്മളിപ്പോൾ കേൾക്കാറുണ്ട്, ഇപ്പം ചിലർ പറയുന്നുണ്ട് ഇപ്പോൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് എനിക്ക് പറ്റിയൊരു ആക്സിഡൻ്റൽ ആയിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആയിരുന്നു അതെന്നൊക്കെ പറയാറുണ്ട്.
അതങ്ങനെ ഒരു ആക്സിഡൻ്റ് ആയിട്ട് പറ്റിപ്പോകുന്ന കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടോ? ആ സമയത്ത് അവരുടെ ആ ഒരു വേറൊന്നും അവരുടെ മുന്നിൽ ആ 2 വ്യക്തികൾ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് ആ സമയത്ത് പറ്റിയിട്ടുണ്ടാവാം. അത് നമ്മളതിനു വേണ്ടി പിന്നെ അങ്ങനെ പറ്റരുത് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അങ്ങനെ പറ്റിയത് നമുക്ക് ചില സന്ദർഭങ്ങളിൽ പറ്റിയിട്ടുണ്ടാകാം. അത് അതിൽ അവർ ചിന്തിക്കേണ്ടതാണ്.